നമസ്കാരം. പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാതരം പി എസ് സി എക്സാമിനും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇന്ത്യയിലെ പ്രധാന സ്റ്റീൽ പ്ലാന്റുകൾ. കേരള പി എസ് സി വളരെയധികം പ്രധാനപ്പെട്ടതായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു മേഖലയാണ് സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സംസ്ഥാനം ഛത്തീസ്ഗഡ്. വിദേശ സഹകരണം റഷ്യ, മുൻ സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ഒഡീഷ, വിദേശ സഹകരണം ജർമ്മനി. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, യുണൈറ്റഡ് കിങ്ഡം. ബൊക്കോറോ ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ഇന്ത്യ. സേലം തമിഴ്നാട്, ഇന്ത്യ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കോറോ. ഭിലായ് എന്ന് പറയുമ്പോൾ ഏത് വിദേശ സഹകരണമാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ലഭിക്കുക? റഷ്യ. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇതുമായിട്ടുള്ള സാധ്യതാ ചോദ്യങ്ങൾ: ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. ജർമ്മൻ സഹകരണത്തോടെ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ബ്രിട്ടൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ. സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ച ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ്? ജാർഖണ്ഡ്. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് ഈ മേഖലയിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് റൂർക്കേലയാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഉള്ള സംസ്ഥാനങ്ങൾ തെറ്റിച്ച് തന്നിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജർമ്മൻ സഹകരണത്തോടെ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ബ്രിട്ടൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ചത് ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ്. അപ്പോൾ ഫിറ ദുബോ എന്ന് പറഞ്ഞാൽ ഭിലായ് റഷ്യ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇതൊരു കോഡായിട്ട് ഓർത്തിരുന്ന ഫിറ ദുബോ, റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ നമുക്ക് സഹായിക്കുന്നൊരു ടിപ്പാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത മേഖല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാന പ്രസ്ഥാനങ്ങളാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആരംഭിച്ചത് 1857 മെയ് 10 സ്ഥലം മീററ്റ്. പ്രധാന നേതാക്കൾ മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായ്, ബഹദൂർ ഷാ, നാനാ സാഹിബ്. സ്വദേശി പ്രസ്ഥാനം, അതിന് കാരണമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബംഗാൾ വിഭജനമാണ്. നേതാക്കൾ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റോയ്. ഹോം റൂൾ 1916. സ്വദേശി പ്രസ്ഥാനം 1905. നേതാക്കൾ ആനി ബെസന്റ്, ബാലഗംഗാധര തിലക്. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയുടെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നേതാവ് മഹാത്മാഗാന്ധി. കേദാ സത്യാഗ്രഹം. സ്ഥലം ഗുജറാത്ത്. നേതാക്കൾ മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ. 1918 കേദാ സത്യാഗ്രഹം. റൗലറ്റ് ആക്ട് 1919. റൗലറ്റ് നിയമത്തിനെതിരായ സമരം. ജാലിയൻ ബാഗ് കൂട്ടക്കൊല 1919. സ്ഥലം അമൃത്സർ. വെടിവെപ്പിന് ഉത്തരവിട്ടത് റിഗനാൾഡ് ഡയർ.
അസഹകരണ പ്രസ്ഥാനം നേതാവ് മഹാത്മാഗാന്ധി. ചൗരി ചൗര സമരം. അസഹകരണ പ്രസ്ഥാനം 1920 തൊട്ട് 22 കാലഘട്ടങ്ങളിലാണ്. നേതാവ് മഹാത്മാഗാന്ധി. ചൗരി ചൗര സംഭവം 1922. ഇതിനെ തുടർന്ന് ഗാന്ധിജി അസഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരം 1928. മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. ലാലാ ലജ്പത് റോയ് സമരത്തിനിടെ പരിക്കേറ്റ് പിന്നീട് മരിച്ചു. ഉപ്പ് സത്യാഗ്രഹം. ദണ്ഡി യാത്ര. ദൂരം ഏകദേശം 390 കിലോമീറ്റർ. സബർമതി ദണ്ഡി. നേതാവ് മഹാത്മാഗാന്ധി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹത്തോടെ ആരംഭിച്ചു. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഉപ്പു സത്യാഗ്രഹം 1930. സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരം 1928. ചൗരി ചൗര 1922. അപ്പോൾ ഇത് ഈ ഒരു ഓർഡറിൽ ഓർത്തിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ക്വിറ്റ് ഇന്ത്യ സമരം ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നേതാവ് മഹാത്മാഗാന്ധി. ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ്. മുദ്രാവാക്യം ജയ് ഹിന്ദ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. റോയൽ ഇന്ത്യൻ നേവി കലാപം 1946. സ്ഥലം ബോംബെ. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷങ്ങൾ ഓർത്തിരിക്കാനാണ്. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1985 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം. 1905 സ്വദേശി പ്രസ്ഥാനം. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണം. 1916 ഹോം റൂൾ ലീഗ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. 1919 റൗലറ്റ് അറ്റ് ജാലിയൻ വാലാബാഗ്. 1920 അസഹകരണ പ്രസ്ഥാനം. 30 ഉപ്പ് സത്യാഗ്രഹം. 31 ഗാന്ധി ഇർവിൻ ഉടമ്പടി. 31 കഴിഞ്ഞപ്പോൾ 42 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. താങ്ക് യു. ഇതൊക്കെ ഓർത്ത് പഠിക്കുക. ക്വസ്റ്റ്യങ്ങൾ ധാരാളം ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരും.